പ്രിയപ്പെട്ടവരെ, ഒരു കഥയാണ്. ഒരു സുന്ദരിയായ ഒരു കുട്ടി, അവളുടെ ഒരു കൊച്ചുകുട്ടിയുടെ ജന്മദിനമാണ്. അവൾ മാതാവിനോടും പിതാവിനോടുമൊപ്പം ഒരു ഉദ്യാനത്തിൽ തൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ വന്നതാണ്. കയ്യിൽ കുറേ ലില്ലിപ്പൂവുണ്ട്. അതുകൊണ്ട് അവൾ അവിടെ തുള്ളിച്ചാടി ആർത്ത് നിവർക്കുകയാണ്. അവളുടെ ജന്മദിനം. അവൾക്കിഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ച് അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഇവിടെ എത്തിയതാണ്. അവളെല്ലാവർക്കും ഓരോ ലില്ലിപ്പൂ എടുത്തു കൊടുത്തു. കൂട്ടത്തിൽ ഇതിൻ്റെ മൂലക്കരുത്തിൽ മുഷിഞ്ഞ വസ്ത്രത്തോടെ ഇരിക്കുന്ന ഒരു യാചകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനും ഒരു ലില്ലിപ്പൂ കൊടുക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, അങ്കിളെ, ഇന്നെൻ്റെ ജന്മദിനമാണ്, ഇതെൻ്റെ സമ്മാനമാണ്. പണമായിരിക്കുമെന്ന് കരുതി കൈനീട്ടിയ യാചകന് കിട്ടിയ ഒരു ലില്ലിപ്പൂ. പക്ഷേ ആ അങ്കിളെ എന്ന വിളി അയാൾക്കത് ഹൃദയത്തിൽ കൊണ്ടു. അയാൾ വിചാരിച്ചു, എനിക്കും ഒരു വിലയുണ്ട്, എന്നെ അങ്കിളെ എന്ന് വിളിക്കാൻ ഒരാളുണ്ട്. അയാൾ തിരിച്ചറിഞ്ഞു. ഈ ലില്ലിപ്പൂവ് അയാൾ മാറോട് ചേർത്തു. വൈകുന്നേരം വരെ ഇയാൾ ഇതും കൊണ്ട് നടന്നു. പോകുമ്പോൾ ഈ ഉദ്യാനത്തിൻ്റെ ഓരത്തുകൂടെ നടന്നു പോകുമ്പോൾ മറ്റൊരു കൊച്ചുകുട്ടി അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലെ ലില്ലിപ്പൂ കണ്ടപ്പോൾ ആ കുട്ടി അയാളോട് ചോദിച്ചു, അങ്കിളെ, ആ പൂവ് എനിക്ക് തരാമോ? അയാൾ ഞെട്ടിപ്പോയി. വീണ്ടും അങ്കിൾ. യാചകൻ എന്ന വിളി മാത്രം കേട്ട് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച എന്നെ അങ്കിൾ എന്ന് വിളിക്കുന്നു. അയാളിൽ വീണ്ടും എന്തൊക്കെയോ വികാരങ്ങളുണ്ടായി. അയാൾ കണ്ണ് നിറഞ്ഞ് തുളുമ്പിപ്പോയി. അയാൾ ലില്ലിപ്പൂ കുട്ടിക്ക് കൊടുത്തു. അയാൾ വീട്ടിലെത്തി കണ്ണാടിയിൽ നോക്കി. പിന്നെ അയാൾ വസ്ത്രം മാറി മുഷിഞ്ഞ വസ്ത്രങ്ങൾക്ക് പകരം കുളിച്ച് നല്ല വസ്ത്രം ഉടുത്ത് നേരെ ഇറങ്ങി കുറേ നല്ല പൂക്കൾ ശേഖരിച്ചു. ആ ഉദ്യാനത്തിൽ വന്നിരുന്ന് കുട്ടികൾക്കെല്ലാം സൗജന്യമായി കൊടുത്തു. കുറേ ദിവസം ഇതിങ്ങനെ തുടർന്നപ്പോൾ അവിടെ ഇരുന്ന ഒരു കച്ചവടക്കാരൻ അയാളോട് പറഞ്ഞു, എല്ലാ ദിവസവും നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ സാധിക്കില്ല, നിങ്ങളിതിന് ചെറിയ വില വാങ്ങിക്കൂ, കുട്ടികളത് വാങ്ങിക്കോളും. പിന്നീട് ആ യാചകനെ ആരും കണ്ടിട്ടില്ല. ആ നഗരത്തിലെ, ആ പട്ടണത്തിലെ ഏറ്റവും വലിയ കളിപ്പാട്ട വിൽപ്പനക്കാരനായി അയാൾ മാറുകയായിരുന്നു. അയാളെ മാറ്റിയത് ആ കുട്ടിയുടെ ഒരു വിളി മാത്രമാണ്, അങ്കിളെ എന്നുള്ള വിളി. നമ്മുടെ ഉള്ളിലുമുണ്ട്, നമ്മുടെ പുറത്തുമുണ്ട് ഇങ്ങനെ ഒരു യാചകൻ. ഉള്ളിൽ ഒരു അങ്കിളുമുണ്ട്. പലയിടത്തും തൊട്ടുണർത്താൻ ഇല്ലാത്തപ്പോൾ നമ്മൾ അറിയാതെ പോകുന്നതാണ്. നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നമ്മളെ തന്നെയാണ്. മറ്റുള്ളതെല്ലാം പിന്നീടാണ്. സ്വയം സ്നേഹിക്കാത്ത ഒരാൾക്കും മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയില്ല. ഇതാണ് ഈ കഥയിലെ ഗുണപാഠം. ഗുഡ് ബൈ.